ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലെ ഒരു പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നേക്കാണ് കേട്ടാ. അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിലെ ഒരു പുതിയ കാറൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ലംബോർഗിനി സിയാൻ. അതിൻ്റെ ചീറ്റ് കോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡാണ് 2189. ഈ ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ദാ ലംബോർഗിനി സിയാൻ സ്പോണാവും. അപ്പോൾ ഇതാണ് ലംബോർഗിനി സിയാൻ. സംഭവം നൈസ് കാറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് പിന്നെ ഈ കാറിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ RGB ഇട്ടാലേ RGB ഇച്ചിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. സാധാ കാറുകളുടെ പോലെയല്ല, ഇതിൽ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഡിഫൻഡറിൻ്റെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡിഫൻഡറിൽ RGB ആക്കി. ഇതിലും അതിലും ചെറിയ വ്യത്യാസമുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ലംബോർഗിനി സിയാൻ. പിന്നെ പഴയ ലംബോർഗിനി ഇല്ലേ, 700 അടിച്ചു കഴിഞ്ഞാൽ ഒരു ലംബോർഗിനി സ്പോണാവും. ഈ ലംബോർഗിനി V2 അത് ഈ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല കേട്ടാ. ആദ്യം നമ്മൾ വിചാരിച്ചതേ ഇതൊക്കെ ഈ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്ലഗിൻ ആപ്പ് ഉണ്ടാവില്ലേ, പ്ലഗിൻ ആപ്പ്, അതിലും ഒരു ലംബോർഗിനി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഗെയിമിലെ 4 ലംബോർഗിനി വരണേ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇനി ഞാനേ അടുത്ത ചീറ്റ് കോഡ് പറയാം. അടുത്തത് ഒരു ജമ്പിൻ്റെ ചീറ്റ് കോഡാ. സാധാരണ 1 to 16 അടിച്ചാലേ സൂപ്പർ ജമ്പാണ് വരാറ്. ഇപ്പോൾ സൂപ്പർ ജമ്പിലില്ലേ, അതിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്തേക്കാണ്. ഇത് ആക്ച്വലി അൾട്രാ സൂപ്പർ ജമ്പാ. ഞാനിപ്പോൾ ചാടാൻ പോവാ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ക്യാരക്ടർ സ്പൈഡർമാൻ ചാടണ പോലെ ചാടണേ. അതിപ്പോൾ ലാൻഡ് ചെയ്താലും നമ്മുടെ ആൾ തലയിടിച്ച് വീഴില്ല. ശരിക്കും നമ്മുടെ സ്പൈഡർമാൻ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്യാരക്ടറും ചടണേ. ഇതിപ്പോൾ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ഇനി ഈ ഗെയിമിലെ വേറെ ഒരു ചീറ്റ് കോഡ് ഉണ്ട്. അതിനായിട്ട് ആദ്യം ഈ ചീറ്റ് കോഡ് ഓഫ് ചെയ്യാം. 1 to 16 വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ ആ സൂപ്പർ ജമ്പ് ഓഫ് ആവും. ഇനി അടുത്ത ചീറ്റ് കോഡ് ഇതാണ്. സാധാരണ നമ്മളെ 5 വട്ടം 0 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാവും. അത് മിത്ത് ബസ്റ്റേഴ്സിൻ്റെ വീഡിയോയിലെ പണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 5 വട്ടം 0 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാവും. ഇനിയിപ്പോൾ നമ്മൾ ചാവില്ല. ആ ചീറ്റ് കോഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. പകരം നമ്മൾ 5 വട്ടം 0 അടിച്ചാലേ സൂപ്പർ പഞ്ച് എന്നൊരു സംഭവം വരും കേട്ടാ. ഈ സൂപ്പർ പഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഒരു NPCയുടെ അടുത്തേക്ക് പോകണം. അവിടെ അറ്റത്ത് 2 NPC ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാനേ ഈ NPCയുടെ അടുത്തേക്ക് വന്നേക്കാണ് കേട്ടാ. ഞാനിപ്പോൾ ഇയാളെങ്ങ് ഇടിക്കാൻ പോവാ. അതേ കണ്ടില്ലേ, ആളിത് തെറിച്ചു പോയി. നമ്മുടെ സൂപ്പർമാൻ്റെ പഞ്ച് നമ്മുടെ ക്യാരക്ടറിന് കിട്ടി. ഇവിടത്തെ വേറെ ഒരു പെണ്ണ് നടന്നു പോണ്. ഇന്നാ പിടിച്ചോ. ഇതെന്തത് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നാ പിടിച്ചോ. കിടക്കണോ അവിടെ. ഈ ഫീച്ചറും ഏതായാലും നൈസായിട്ടുണ്ട്. നമുക്ക് വണ്ടികൾ ഇടിക്കാൻ പറ്റുമോ? അതെനിക്കറിയില്ല. വണ്ടികൾ ഇടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ സൂപ്പർ പഞ്ച് ഓഫ് ചെയ്യാനേ 5 വട്ടം വീണ്ടും 0 അടിച്ചാൽ മതി. അന്നേരം ഈ ചീറ്റ് കോഡ് ഡീആക്ടിവേറ്റ് ആവും. നിങ്ങൾ പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചാ, നമ്മുടെ ക്യാരക്ടറിൻ്റെ പഞ്ച് ചെയ്യണ രീതിയിൽ അത് മാറിയിട്ടാ. ഇപ്പം നമ്മുടെ ക്യാരക്ടർ ഇതേപോലെ പഞ്ച് ചെയ്യുക. ഈ സ്റ്റൈലും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിലില്ലേ ഡ്രോൺ മോഡ് ഉണ്ട് കേട്ടാ. ഡ്രോൺ മോഡ് അത് DON അടിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ മോഡ് ഓണാവും. മുന്നേ ഡ്രോൺ മോഡ് ഓണാക്കിയാലേ നമ്മുടെ ക്യാരക്ടർ ഇതേപോലെ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫേസും കൂടി കാണാൻ പറ്റും. ഇതേപോലെ ഉണ്ടാവും നമ്മുടെ ക്യാരക്ടർ. ഇനിയിപ്പോൾ യൂട്യൂബിൽ തമ്പനയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് തമ്പനയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫേസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. അത് മാത്രമല്ല, വേറെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മോഡ് ഓൺ ചെയ്യില്ലേ, MDON അടിച്ചു കഴിഞ്ഞാൽ മോഡ് ഓണാവും. മുന്നേ നമ്മൾ മോഡ് ഓൺ അടിച്ചാലേ ഡ്രോൺ ക്യാമും കൂടി കൂട്ടത്തിൽ ഓണാവും കേട്ടാ. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അത് പഴയ പോലെ. ഇവിടെ ഞാൻ ഒരു പ്രോപ്പ് സ്പോൺ ചെയ്യാം. എന്തുകൂടെ സ്പോൺ ചെയ്യുക, C3 അടിച്ചിട്ടുണ്ട്. അന്നേരം ഒരു കണ്ടെയ്നർ സ്പോണായി. നമുക്കപ്പോൾ ഈ കണ്ടെയ്നർ ഇല്ലേ, അതിങ്ങനെ പിടിച്ച് നീക്കാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് DON അടിക്കുക. അന്നേരം നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. നമുക്കിത് അപ്പോഴും കണ്ടെയ്നർ പിടിച്ച് നീക്കാൻ പറ്റും.
മുന്നത്തെ അപ്ഡേറ്റിൽ ഇതേപോലെ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഡ്രോൺ ഓൺ ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതാ ഇതേപോലെ ചെയ്യാം. ഈ ഫീച്ചറും ഏതായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗെയിമിൽ വന്ന പുതിയ ഫീച്ചേഴ്സ്. ഇതിലിനി ഒന്നും വിട്ടുപോയില്ല എന്ന് വിചാരിക്കണു.